നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ബ്രസീൽ മൊറോക്കോയുമായിട്ട് കളിച്ചു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ വളരെ ടൈറ്റായിട്ടുള്ള ഒരു മാച്ചായിരുന്നു. രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. കൊണ്ടും കൊടുത്തും പോരാടി എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം മൊറോക്കോയുടെ ഒരു ആധിപത്യം, പിന്നെ ബ്രസീലിനൊരു തിരിച്ചടി, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയത്. ഇന്നിപ്പോൾ ഇനി വമ്പൻ ടീമുകൾ വേറെ ഇറങ്ങുന്നു. ജർമ്മനിക്കുന്ന കളിയുണ്ട്. അതുപോലെ ജർമ്മനിക്ക് പക്ഷേ കുർസാവോക്കെതിരെയാണ് കളി. പക്ഷേ ജപ്പാനും നെതർലൻഡ്സും തമ്മിലൊരു കളിയുണ്ട്. അതൊരു സൂപ്പർ പോരാട്ടമായിരിക്കും. ഐവറി കോസ്റ്റും ഇക്വഡോറും തമ്മിലുള്ള കളി ഒരു നല്ല കളിയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ സൂപ്പർ പോരാട്ടങ്ങളുടെ മറ്റൊരു ദിവസം കൂടി നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അപ്പോൾ കളി വിലയിരുത്താനും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. ഇന്നലെ ബ്രസീലിൻ്റെ കളിയുണ്ടല്ലോ, എന്ത് തോന്നുന്നു? ബ്രസീൽ മുന്നോട്ട് പോകും എന്ന് തോന്നുന്നുണ്ടോ ഈ കളി കണ്ടിട്ട്? ഇന്നലെ കളിയിൽ ഒബ്വിയസ്ലി മൊറോക്കോനെ ഒരു ബെറ്റർ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മത്സരത്തലേന്ന് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളൊരു ധൈര്യത്തിൻ്റെ കടുവിടെ കാരണം അത് ബാക്ക് ഫയർ ചെയ്തോളം സംശയമുണ്ട്. അതായത് ആരാ റിസ്ക് എടുത്തത്? വിനീഷ്യസ് ജൂനിയർ അല്ലാതെ വേറെ ആരും ഇന്നലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പോൾ സാധാരണ മൊത്തത്തിലൊരു താളപ്പിഴ ഉണ്ടായിരുന്നു. ഡിസോർഗനൈസ്ഡ് ആണ് ടോട്ടലി. ആവശ്യം ഒരു ടെക്നിക്കൽ ആക്ച്വലി ആ ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വരെയുള്ള ടൈം എന്ന് പറയുന്നത് ബ്രസീൽ സ്റ്റംബിൾ ചെയ്തു. ആക്ച്വലി നമ്മൾ തപ്പിത്തടയുകയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രസീലിൻ്റെ 11 ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ 11 ആയിരുന്നില്ല. അതിൽ 3 മാറ്റങ്ങളുണ്ടായിരുന്നു. അതേസമയം മൊറോക്കോയുടെ നമ്മൾ പറഞ്ഞ സെയിം 11 ഇപ്പോൾ ഈ 3 മാറ്റങ്ങൾ ബ്രസീലിൽ മാധ്യമം ഗ്ലോബോ ലൈനപ്പ് വന്നപ്പോഴേ അവർ റിപ്പോർട്ട് ചെയ്തത് വിത്ത് 3 സർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുവരെ കോച്ച് എങ്ങനെയാണോ ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്, ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ മെയിൻ 11 ആയിട്ട് കളിപ്പിച്ചിരുന്നത് അതല്ലായിരുന്നു ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ. ഒരു പക്ഷേ അത് മൊറോക്കോയെ ആശയക്കുഴപ്പത്തിലാക്കാനൊക്കെ വേണ്ടി ചെയ്തായിരിക്കും. പക്ഷേ ഒരു ഏരിയ സ്ട്രൈക്കർ ഇഗോർ തിയാഗോയെ വെച്ച് ബ്രസീൽ ഇറങ്ങുന്നു. വലതുപാർശ്വത്തിൽ ഡിഫൻസിൽ ഇബാനസിനെ കളിപ്പിക്കുന്നു. ഇടതുഭാഗത്ത് ഡഗ്ലസ് സാൻഡോസ് വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു 11 കൊണ്ട് ബ്രസീൽ ഒരു കളിയും കളിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു ഡിസോർഗനൈസേഷന് കാരണമായോ, കോർഡിനേഷൻ്റെ പ്രശ്നം വന്നോ എന്നൊരു ചർച്ചയും ഏതായാലും ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പം ചില എക്സ്പെർട്ടുകൾ ഇപ്പം ഫിലിപ്പെ മെലോ ഒക്കെ പറഞ്ഞത്, മുൻ ബ്രസീലിയൻ താരമാണ്, ബ്രസീൽ കളി സ്റ്റാർട്ട് ചെയ്തത് വിത്ത് 11 മിസ്റ്റേക്സ് എന്നാണ്. ഇവരൊന്നും സ്റ്റാർട്ടേഴ്സേ ആവാൻ പറ്റുന്നവരല്ല എന്ന് പറയുന്നുണ്ട്. എന്ത് പറയുന്നു? ഇഗോർ തിയാഗോ ഒരു ചാൻസ് ആണ് ആകെ അദ്ദേഹത്തിന് കിട്ടിയതെന്ന് വെച്ചെങ്കിൽ അത് ഫ്ലോപ്പാക്കി. അതെ. പിന്നെ മത്സരത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇഗോർ തിയാഗോ. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായേക്കാന്നുള്ളത്. അതായത് ഇഗോർ തിയാഗോ പുറകിൽ മത്യാസ് കുഞ്ഞാസ് കളിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ വന്നേക്കാന്നുള്ളത്. പക്ഷേ മത്യാസ് കുഞ്ഞാസ് ആക്ച്വലി എന്ന് പറയുന്നത് പിന്നെയാണ് സെക്കൻഡ് ഹാഫിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നേരെ തിരിച്ചാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇഗോർ തിയാഗോ കളിക്കുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആൾ ഒരു പെർഫെക്റ്റ് ഏരിയ സ്ട്രൈക്കറാണ്. അപ്പോൾ അയാൾക്ക് കറക്റ്റ് ബോൾ കൊടുക്കണം. ബോക്സ് പ്ലെയർ ആണ്. അപ്പോൾ അതിലേക്ക് ബോൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സംഭവിച്ചത്. ആകെ 1-2 ക്രോസുകളാണ് ആളുടെ നേരെ വന്നത്. പിന്നെ അദ്ദേഹം ഓടി ഇളകി ബോൾ അങ്ങനെ എടുക്കുന്ന ഒരു താരമല്ല. ആകെ വിനീഷ്യസ് ഒരു കിടിലൻ ക്രോസ് കൊടുത്തു, അതാണെങ്കിൽ ഹെഡ് ചെയ്തത് മിസ് ടൈംഡായി. അപ്പം ഈ ഒറ്റ മിസ് കൊണ്ട് ആളെ സ്കേപ്പ് ഗോട്ട് ആക്കുന്നതിൽ അർത്ഥമുണ്ട്. അപ്പോൾ ഗ്ലോബോ യുഎല്ലൊക്കെ അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു മിസ്സാണ് വലിയ പ്രശ്നം. പോസ്റ്റ് മാച്ച് കോൺഫറൻസിൽ ആഞ്ചലോട്ടി പറഞ്ഞത് ടീം ആൻഷ്യസ് ആയിരുന്നു പറഞ്ഞത്, വളരെ ഉത്കണ്ഠാകുലരായിരുന്നു പറഞ്ഞിട്ടില്ല. തുടക്ക സമയത്ത് ആദ്യ മത്സരമാണ് സ്വാഭാവികമായിട്ടും എന്ന് പറയുന്നത് വളരെ നെർവസ് ആയിരുന്നു കളിക്കാരെന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഡിസോർഗനൈസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ തുടക്കത്തിൽ ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയ്ക്ക് നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അത് മുതലെടുത്തിട്ടാണ് ഗോൾ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഒന്നും സപ്ലൈ ഒന്നും കാര്യമായിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അവസരം ആക്ച്വലി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഒട്ടും മികവിലേക്ക് കാസിമിറൊന്നും പോയില്ല. കാസിമിറോവിൻ്റെ കയ്യിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് ബോൾ എടുത്ത് മൊറോക്കോക്കാർ പോകുന്ന കാഴ്ച മഞ്ഞക്കാട് വാങ്ങി. അതെ, മഞ്ഞക്കാട് വാങ്ങി. കൂടാതെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള സപ്ലൈയും കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാനും പറ്റിയില്ല. ആ മിഡ്ഫീൽഡ് മുഴുവൻ ഫ്ലോപ്പായിരുന്നു എന്നുള്ളതാണ് ശരി. ഇപ്പോൾ പക്കേറ്റയും കുറേ ആൾക്കാർ വിമർശിക്കുന്നുണ്ട്. പക്കേറ്റയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. ആ ഗോള് വീണതോടുകൂടി ഒരു വലിയ ഷോക്കായിരുന്നു. പക്ഷെ ബ്രസീൽ ആ ഷോക്കും വെച്ച് അധികം പോകാതിരിക്കാൻ കാരണം ആ ഡ്രിങ്ക്സ് ബ്രേക്ക് അപ്പം തന്നെ വന്നു എന്നുള്ളത് ഒരു രക്ഷയായി മാറുകയായിരുന്നത്. കാണും മൊറോക്കോയുടെ ഒരു ക്വാളിറ്റിയാണ്.
സ്വാഭാവികമായിട്ടും ആ ഒരു കണ്ടിന്യൂസ് പ്രഷർ, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷർ മൊറോക്കോയുടെ ഭാഗത്തുണ്ടായി. സ്വാഭാവികമായിട്ട് അവരൊരു ആക്ച്വലി എന്താ പറയുക, നമ്മളൊരു സാധാരണഗതിയിൽ അതുള്ള ഒരു നല്ലൊരു ഓർഗനൈസ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ പ്ലേയേഴ്സിനെ നല്ലോണം ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ സൈബറിയാണ് ഗോൾ അടിച്ചത്. സൈബറിയാണ്. അതെ, അതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിലൊരു 10-20 മിനിറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം അതിൽ ഉണ്ട്. അവർ പേടിയില്ലാതെയും കളിച്ചു, ബ്രസീൽ കുറച്ച് കോഷ്യസ് ആയിട്ടും കളിച്ചു എന്നുള്ളൊരവസ്ഥ. ഈ കോഷ്യസ് ആയപ്പോൾ അവർ പേടിയില്ലാതെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് ഇവരാകെ പാനിക്കായ ഒരവസ്ഥ. അവിടെയാണ് മറുഭാഗത്തുള്ള മൊറോക്കോന്റെ പെർഫോമൻസ് അതാണ് ആ നിർഭയത്വം. രണ്ട് ഭാഗത്തുള്ള സമീപനത്തിന് പ്രശ്നമാണ്. അതേസമയം വിനീഷ്യസ് ജൂനിയർ കഴിയാവുന്ന തരത്തിലൊക്കെ ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ അത്ര നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്ത് പറയാൻ പറ്റില്ല. എന്നാലും ആ ഫസ്റ്റ് ഹാഫില് പരമാവധി ഒക്കെ ആക്ച്വലി എന്താ പറയാ ഒരു ശരിക്കും വിനീഷ്യസിന്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് ആ ഒരു ഗോൾ വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ബ്രസീൽ തുടക്കത്തിൽ ആകെ അങ്ങോട്ട് പാനിക്കാവുന്നു. പാനിക്കായ സമയത്താണെങ്കിൽ മൊറോക്കോ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കയറി വരികയും ചെയ്തു. ഇപ്പോൾ സൈബറി ആണെങ്കിലും അവരുടെ ഭാഗത്ത് ഇപ്പോൾ ഒനാഹി ആണെങ്കിലും പിന്നെ അയൂബി, അതായത് അയൂബ് ബോദ്ദി അവരുടെ 18-കാരൻ പ്ലെയർ, ഇപ്പം ആഴ്സണൽ അവനെ പൊക്കാനുള്ള പരിപാടിയില്ല, ലില്ലി കളിച്ചുകൊണ്ടിരിക്കുന്ന പയ്യൻ, അവൻ വളരെ കിടലിനായിട്ട് മിഡ്ഫീൽഡ് അങ്ങ് അടക്കി ഭരിക്കുകയും കൂടി ചെയ്തപ്പോൾ ബ്രസീൽ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് കളിക്കളത്തിലേ ഇല്ലാന്ന് തോന്നിപ്പോൾ. പക്ഷെ അതിലും ആ 13 മിനിറ്റിലാണ്, ഈ 20 മിനിറ്റിനുള്ളിൽ 13ാമത്തെ മിനിറ്റിലാണ് ആ ഗോള് അടിക്കാനുള്ള അവസരം, ആ ക്രോസ് വിനി ജൂനിയർ കൊടുക്കുന്നത്. അത് ഇഗോർ തിയാഗോക്ക് ഹെഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ഹെഡ് ചെയ്ത് ഗോളായിരുന്നെങ്കിൽ ഒരു പക്ഷേ കളിയുടെ ഗതി മാറിയാനെ. തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഒരു 10-13 മിനിറ്റിൽ ബ്രസീൽ ലീഡ് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നെർവസ്നെസ് ശരിക്കും പ്രകടന തുടക്കത്തിൽ. ഒരു പക്ഷെ നമ്മൾ അതൊരു പക്ഷെ ആ ഒരു ഡിസോർഗനൈസേഷനിലേക്ക് പോയി ഒരുപാട് ആക്ച്വലി മിസ് പൊസിഷൻസ്, ആക്ച്വലി നമ്മൾ സാധാരണ പെട്ടെന്ന് ബോള് മിസ് പാസുകൾ, അതേപോലെ തന്നെ ബോളുകൾ ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. അൺയൂഷ്വൽ ആയിട്ടുള്ള സംഭവമായിരുന്നു ആക്ച്വലി തുടക്കം. പിന്നെ ആ ഗോള് വന്നത് ഇപ്പം ഈ രണ്ട് ഡിഫൻഡർമാർക്കിടയിലൂടെ ബ്രൈൻ ഡയസ് ഒരു കിടലൻ വിഷനിലൂടെ കൊടുക്കുന്ന ഒരു ബോളാണ്. ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് ഉപയോഗപ്പെടുത്തിയിട്ട് അപ്പോൾ ആലിസൺ മുന്നോട്ട് ഇങ്ങ് കയറി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്പേസ് അദ്ദേഹത്തിന് ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല. ആലിസണിന്റെ പെർഫോമൻസിലും ആ നിമിഷത്തിൽ പാളിച്ചകളുണ്ടോ? ആലിസണിന്റെ ഞാൻ പറയുന്നത് അപ്പോൾ ഡിഫൻഡർ അവിടെ നമ്മളെ ഡിഫൻസിൽ ഉണ്ടായിരുന്നത് ആ സമയത്ത് ആക്ച്വലി എന്തോ ഞാൻ റിസ്ക് എടുത്തില്ല പലരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പക്ഷേ നല്ല രീതിയിൽ നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ ചില കേസുകളിൽ ഇപ്പം നമ്മൾ ആ ഒരു പക്ഷെ ഒന്ന് നമ്മൾ തടയണം എന്ന രീതിയിൽ ഒന്നുകൂടി ഒരു ആത്മാർത്ഥ കമ്മിറ്റ്മെന്റോട് കൂടി ഒരു പക്ഷേ ഡിഫൻസിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഗബ്രിയേലിന്റെ ഭാഗത്താണ് അല്ലെ. ഗബ്രിയേൽ ഒന്ന് ഒരു പക്ഷേ എന്ന് വെച്ചെങ്കിൽ അത് ഒന്ന് ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ സാധ്യത ഉണ്ടാവുമായിരുന്നു. പക്ഷേ ആലിസൺ മുന്നോട്ട് കയറി വന്നു. പക്ഷെ ആലിസനോട് ഇത് കളിക്കേഷൻ ചോദിച്ചു, നിങ്ങൾ മെസ്സപ്പ് ചെയ്തോ, നിങ്ങളെ കുഴപ്പമില്ലെന്ന് ചോദിക്കുന്നുണ്ട് പത്രക്കാർ കളി കഴിഞ്ഞിട്ട്. അതിൽ ആലിസൺ അത് ഇഷ്ടപ്പെട്ടില്ല. ആലിസൺ പറഞ്ഞത് കളിയാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും, ഞാൻ മാത്രമല്ല ടീം മൊത്തം മെസ്സപ്പ് ചെയ്താണ് എന്നും പറഞ്ഞിട്ട് ആ മുഖഭാവം വളരെ ക്ലിയർ. ആ ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെടാതെ ഈ 3-4 വാക്ക് പറഞ്ഞിട്ട് ആൾ തിരിഞ്ഞങ്ങ് പോയി. കാരണം ആലിസൻ്റെ കാര്യത്തിൽ വേറൊരു പ്രശ്നമുള്ളത്, കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലും ബ്രസീൽ പുറത്താകുമ്പോൾ ആലിസണ് വേണമെങ്കിൽ രക്ഷപ്പെടുത്തായിരുന്നു എന്നുള്ളൊരു ഇത് എല്ലാവരും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 2018 ബെൽജിയത്തിനെതിരെ തോൽക്കുമ്പോൾ ആ 2 ഗോളുകൾ വീണതിൽ അദ്ദേഹത്തെ ഒന്നുകൂടി അദ്ദേഹത്തിന് നിലവാരത്തിലൊരു ഗോളിക്ക് തടയാൻ പറ്റുമായിരുന്ന ഒരു ഗോളാണ് ബ്രസീലിന് പുറത്തേക്കുള്ള വഴി കൊടുത്തത്. അതുപോലെ ഇപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ക്രൊയേഷ്യക്കെതിരെ 2022 പോകുന്നത്. അപ്പോൾ ആ ഷൂട്ടൗട്ടിലൊന്നും ആലിസൺ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വേൾഡ് കപ്പിന് മുമ്പ് തന്നെ ആലിസനെതിരെ ബ്രസീലിൽ ഇങ്ങനെ ഈ ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്സും പത്രക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതാണ്. വേൾഡ് കപ്പിന് മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസിലും ആലിസൺ ഇത് പറയുന്നുണ്ട്, ഗോൾ കീപ്പർമാരെല്ലാവരും വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, സംഗതി അങ്ങനെയല്ല, ഒരു ടീം തോൽക്കുമ്പോൾ അതെല്ലാവരും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇത് ആളുടെ മനസ്സിലുണ്ട്, അതുകൊണ്ടായിരിക്കണം ഇന്ന് ചോദ്യം പറഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടാതെ പോയതെന്ന് തോന്നുന്നു. ഏതായാലും ആലിസന്റെ ഒരു കോൺഫിഡൻസ് ബ്രസീലിന് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. മുന്നോട്ട് പോകുമ്പോൾ ആഞ്ചലോട്ടി എന്തായാലും ആലിസനെ തന്നെയാണ് വിശ്വസിച്ച് അവിടെ ഗോൾ കീപ്പറാക്കി നിർത്താൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഇത് കഴിഞ്ഞ് ഈ ഒരു അതായത് ആ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡ്രിങ്ക്സ് ബ്രേക്ക് വരുന്നുണ്ടല്ലോ. ഡ്രിങ്ക്സ് ബ്രേക്കിൽ നെയ്മർ പോയിട്ട് ബ്രൂണോ ഗുയിമറസിനോടും നമ്മുടെ വിനീഷ്യസ് ജൂനിയറോടും വളരെ കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. ബ്രൂണോ ഗുയിമറസിൻ്റെ ഷർട്ടൊക്കെ പിടിച്ച് ഇങ്ങോട്ട് അടുപ്പിച്ച് വലിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ട് പിന്നാലെയാണ് ബ്രൂണോ ഗുയിമറസ് വിനി ജൂനിയർ കോംബോയിൽ ആ ഗോൾ ഇറക്കുന്നത്. അപ്പോൾ നെയ്മർ അവിടെ ഒരു റോള് വഹിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു? കമ്മ്യൂണിക്കേഷന് നല്ല രീതിയിൽ ഒരു പക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അതിനപ്പുറം ആക്ച്വലി നമ്മളെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സാധാരണ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു
ലൈനപ്പിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൂടി ഫോർമേഷനിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തി. അത് 4-2-4 ഉള്ളത് 4-2-3-1 ആക്കി. അത് 4-2-4 ആയിരുന്നു, 4-2-3-1 അത് പക്വറ്റ് മിഡിൽ കൊണ്ടുവന്നു. റാഫിനെ റൈറ്റിലേക്ക് മാറ്റി. അതിന് ഒരു ചെറിയ മാറ്റം വരുത്തിയപ്പോൾ ഒന്നുകൂടി ബാലൻസ്ഡ് ആയി. പിന്നെ വിനീഷ്യസ് ജൂനിയറിനെ ഒന്നുകൂടി നമ്മൾ പറയാറുള്ള പോലെ ഒന്ന് ചാവി എടുത്ത് വിട്ട പോലെ നെയ്മർ ചെയ്തെന്ന് എനിക്ക് തോന്നിയത്. കാരണം അത് കഴിഞ്ഞ ഉടനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വിനി ആ ബോൾ ഇട്ട് പോകുമ്പോൾ ഡബിൾ മാർക്കിംഗ് ഉണ്ട്, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബ്രൂണോ വിമർശന് കൊടുക്കുന്നു. ബ്രൂണോ വിമർശ ആ ബോൾ എടുത്ത് 1-1 കളിക്കുകയാണല്ലോ. അപ്പോൾ വിനി അതിന് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ ബോളും എടുത്തിട്ട് പെനാൽറ്റി ബോക്സിലേക്ക് പോയിട്ട് ഒരു വെടിച്ചിൽ ഷോട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ആ കോൺഫിഡൻസ് ആണ് ബ്രസീലിന് ശരിക്കും പറഞ്ഞാൽ കളി തുടക്കം മുതലേ വേണ്ടിയിരുന്നത്. അത് എവിടെയോ മിസ്സായി. അതാണ് തീർച്ചയായിട്ടും അല്ലേ? അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇനിയിപ്പോൾ അടുത്ത കളിയിലൊക്കെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നുണ്ടാവുക? അഞ്ചലോട്ടി പറഞ്ഞത് ഇത് ആദ്യ മത്സരമാണ്, അടുത്ത മത്സരം ഞങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ വേറൊരു രസകരമായ സംഭവമുണ്ട്, ബ്രസീൽ ഫാൻസിന് ഇഷ്ടപ്പെടാത്തൊരു സംഭവമുണ്ട്. അതായത് ബ്രസീൽ ആദ്യ മത്സരം സമനിലയായിട്ടുള്ള ഡെബ്യൂ മത്സരങ്ങളിൽ ബ്രസീൽ ഇതുവരെ മത്സരങ്ങൾ 23 ലോകകപ്പ് ടൂർണമെന്റ് കളിച്ചിട്ടുണ്ട്. അതിൽ 3 ടൂർണമെന്റ് മാത്രമാണ് സമനിലയോട് തുടങ്ങിയിട്ടുള്ളത്. ഈ 3 കളികളിലും ബ്രസീൽ ജേതാക്കളായിട്ടില്ല. ഇത് 4-മത്താണ്. 74, 78, 2018, 2018, ഇപ്പൊ ഇതും 2026. അപ്പോ ഈ വേൾഡ് കപ്പിലും കപ്പില്ല എന്നാണ് പറഞ്ഞത്. അല്ല, ആക്ച്വലി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ആശങ്കപ്പെടുന്നു. അതെ അതെ. പക്ഷേ വരുന്നുണ്ട്, ഇപ്പൊ ജയിച്ച എല്ലാ ടൂർണമെന്റുകളും കപ്പ് എടുത്തിട്ടില്ലല്ലോ. അതെ അതെ, 5 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ 21 എണ്ണമാണ് ബ്രസീൽ ജയിച്ചത്. 21 തോൽക്കാതെ വന്നത്. അതിൽ 4 ജയിക്കാത്തതാണ്, 17 ജയിച്ചത്, 2 തോൽക്കുകയും ചെയ്തു സ്റ്റാർട്ടിങ്ങിൽ. ആദ്യത്തെ 2 അത് 30-ലും 34 തോറ്റത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 17 കപ്പില്ല, 5 കപ്പേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇതിൽ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ കണക്കുകൾ പറയുന്നവർ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ അല്ലേ, നമ്മള് ഫാൻസ് അതൊക്കെ ഇങ്ങനെ നോക്കും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആദ്യ പകുതി കഴിയുമ്പോൾ ആഞ്ചലോട്ടിക്ക് ഏതാണ്ട് കാര്യങ്ങളെ പറ്റിയൊരു ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഓവർ റിസ്കിലേക്ക് പോകും വേണ്ട. കാരണം ഓവർ റിസ്കിലേക്ക് പോയാൽ ചിലപ്പം വീണ്ടും പണി കിട്ടും. ഒരു എനർജി ഒന്ന് ഇഞ്ചെക്ട് ചെയ്യണം, എന്നാൽ കളി പിടിവിടുകയും ചെയ്യരുത്. അതുകൊണ്ട് കാസിമിറോയെ പിൻവലിച്ച് ഏതാണ്ട് അതേപോലെ തന്നെ കളിക്കാൻ പറ്റുന്ന ഫാബിഞ്ഞോനെ ഇറക്കുന്നത്. ഇബാനസ് ഫ്ലോപ്പായി എന്ന് മനസ്സിലായി. പിന്നെ അവിടെ ഡാനിലോനെ ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇവർ രണ്ടുപേർക്ക് യെല്ലോ കാർഡ് ഉണ്ട് എന്നുള്ളത് ഒരു കാരണമാണ്. കാരണം ഇനി ഒരു റിസ്കിലേക്ക് പോകണ്ടെന്നുള്ളതുകൊണ്ട് ഈ 2 പേര് വന്ന് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതോടുകൂടി ഒന്നുകൂടി ബ്രസീൽ ഉഷാറായി എന്നൊരു ഫീൽ ഉണ്ടായോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ ഒരു ഹാഫ് ടൈമിലായിരുന്നൊരു കമ്മ്യൂണിക്കേഷൻ ഒരു പക്ഷേ കളിക്കാരിൽ ഉണ്ടാക്കിയ ഒരു എനർജി ഒരു സെക്കൻഡ് ഹാഫിൽ കുറേയൊക്കെ പ്രകടമായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഒരു ഓർഗനൈസറായ രീതിയിലാണ് കളിച്ചത്. സ്റ്റിൽ അവസാന സമയങ്ങളിൽ ലേറ്റ് മൊമെന്റ്സുകളിൽ ചിലപ്പോൾ ചില സേവുകൾ ആലിസൺ ബക്കറിന്റെ ഭാഗത്ത്, പക്ഷെ അത് വൈഡായി പോയ ബോളായിരുന്നു. ഹാഫ് ചാൻസുകളാണ്, ഹാഫ് ചാൻസ് ആണ്. പക്ഷെ എന്നാലും ഇന്നലത്തെ കളിയിൽ ആരാണ് ഒരു ബെറ്റർ എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നത് മൊറോക്കോ ആയിരിക്കും. അത് ഇപ്പോൾ ഈ സെക്കൻഡ് ഹാഫിൽ പക്ഷേ മൊറോക്കോ അത്ര അധികം അവസരങ്ങൾ ഉണ്ടാക്കി എന്ന് പറയാനില്ല. പക്ഷെ അവർ അവസാനമൊക്കെ അവർ ശ്രമങ്ങൾ നടത്തി ഡിഫൻസിൽ, അതേപോലെ തന്നെ ടോട്ടലി ടീമായിട്ട് കളിച്ചു. ഹക്കീമിയൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഒക്കെ ചെയ്തു. പക്ഷെ ഇതിൽ ഞാൻ വിചാരിക്കുന്ന ഫസ്റ്റ് ഹാഫിൽ വിസിലടിക്കുന്നതിന് തൊട്ട് മുമ്പ് വിനി ജൂനിയറിന് ഹക്കീം ഒരു ഫൗൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ആളുടെ ആംഗിളിൽ നിന്നാണ് ആ ചവിട്ട് കൊള്ളുന്നത്. റഫറി അത് കണ്ടില്ല, റഫറി അത് വിളിച്ചില്ല. അതാണ് ഹാഫ് ടൈമിൽ വിനി പോയിട്ട് അത് റഫറിനോട് അത് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടാണ് കയറി പോകുന്നത്. ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ ആ ഫൗള് വിളിച്ചിരുന്നെങ്കിൽ അതൊരു കറക്റ്റ് പൊസിഷനിലുള്ള ഫ്രീ കിക്ക് ആയിരുന്നില്ലേ? നല്ല പൊസിഷൻ ആയിരുന്നു അത് അല്ലേ? നമ്മളത് അപ്പീല് ചെയ്തില്ല, സംസാരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ റഫറി ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. അത് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ, അത് ഗോളായിരുന്നെങ്കിൽ ഒരു പക്ഷെ കളി എന്തെങ്കിലുമൊക്കെ ആവുമായിരുന്നു. ഇപ്പം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. എടുത്ത ഗോളൊന്നും ഉറപ്പൊന്നുമില്ല. പോലെ അതായത് പോസ്റ്റ് മാച്ച് കോൺഫറൻസിൽ അഞ്ചലോട്ടിയുടെ പറച്ചിൽ തന്നെ ഉണ്ട് മൊറോക്കോയുടെ റേഞ്ച്. വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് എന്ന് പറഞ്ഞത്. പക്ഷെ നേരെ തിരിച്ച് മൊറോക്കോക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ജയിക്കണമായിരുന്നു, ഞങ്ങൾ ഇതിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്. അപ്പോ പക്ഷേ ബ്രസീൽ പോലുള്ള ടീമിനെ കുറിച്ച് അങ്ങനെ ഞങ്ങൾ ആക്ച്വലി എന്താ പറയാ, ഞങ്ങൾ ഈ റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് ബിക്കോസ് മൊറോക്കാണ് എതിരാളി എന്നുള്ള രീതിയിൽ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താ പറയുക, മൊറോക്കോ എന്ന് പറഞ്ഞ ടീമിന്റെ ഒരു മാറ്റമാണ്. അപ്പോൾ ഈ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ മാറ്റങ്ങൾ, ഇപ്പോൾ ഡാനിലോയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഫാബിഞ്ഞോ തുടക്കത്തിൽ വരുന്നു. കളി പുരോഗമിക്കുമ്പോൾ
ഇഗോർ തിയാഗോയെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റണില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്യൂസ് കുഞ്ഞിനെയാണ് ഇറക്കുന്നത്. അതിന് പകരം എൻട്രിക്കിനെ ഇറക്കേണ്ടതല്ലേ എന്നുള്ളത് ചെയ്തു. ഇപ്പോൾ പല ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്സും അത് പറയുന്നുണ്ട്. കാരണം മാത്യൂസ് കുഞ്ഞ് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ അല്ല, അദ്ദേഹം കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ അവിടെ നടത്തുന്നല്ലാതെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ അല്ല. എന്നാൽ കിട്ടുന്ന അവസരങ്ങൾ ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരാളെന്ന രൂപത്തിൽ എൻട്രിക്ക് ആയിരുന്നില്ലേ കൂടുതൽ സൂട്ടബിൾ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു ഇനി മത്സരം പുരോഗമിക്കും ഒരുപക്ഷെ ചാൻസുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ മത്സരങ്ങളൊക്കെ ഒരുപക്ഷെ അടുത്ത മത്സരങ്ങളിൽ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്രൂപ്പിന് നിർണ്ണയിക്കുന്നത് ഈ മത്സരമാണ്. ഇനി ആക്ച്വലി 2 ടീമുകളും ഗോൾ ഡിഫറൻസ് ആണ് ഈ ഗ്രൂപ്പിന് നിർണ്ണയിക്കുക. നല്ല രീതിയിൽ ചാമ്പ്യൻ ആരാണെന്നുള്ളത് അങ്ങനെ ആയിരിക്കും സ്വാഭാവികം ഉണ്ടാവും. ഇപ്പം എൻട്രിക്കിൻ്റെ കേസിൽ നല്ലൊരു ഒന്നാന്തര ഫിനിഷറാണ്, സൂപ്പർ ഫിനിഷർ. കുഞ്ഞെ ഒരു പക്ഷേ ഇറക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഒന്നാമത് എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയർ, അതേപോലെ തന്നെ ഒന്നും കൂടി എക്സ്പീരിയൻസ്ഡ്, പിന്നെ നമ്മൾ ആ ഒരു ഡിഫൻസ് ഒരു എബിലിറ്റി ഉള്ള ആളാണ് ഒരുപക്ഷെ. അതാണ് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ അല്ലെങ്കിലും ആൾ അവിടെ മൂവ് ചെയ്തിട്ട് എതിർ ടീമിന്റെ ഡിഫൻസിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതായിരിക്കണം ആംഗിലോട്ട് ചിന്തിച്ചിട്ടുണ്ടാകുക. പക്ഷെ ഗോൾ അടിക്കാൻ അപ്പോഴും ആളില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പല സുഹൃത്തുക്കളും ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഈ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്താണ് 2ാമതും 3ാമതും കിട്ടിയാലും കയറിപ്പോലോ എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. ഗ്രൂപ്പ് ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന ഓപ്പണന്റും 2ാമതായിട്ട് കയറി പോകുമ്പോൾ ഓപ്പണന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നൽകുന്ന കോൺഫിഡൻസ് വേറെ. ഓരോരുത്തരും, അതായത് പ്രത്യേകിച്ച് വലിയ ടീമുകളൊക്കെ ലക്ഷ്യം വെക്കുക എന്ന് പറയുന്നത് എല്ലാ മത്സരങ്ങളും വിജയിച്ച് നല്ല കോൺഫിഡൻസോട് കൂടി അഡ്വാൻസ് ചെയ്യുന്നതാണ്. അതുപോലെ ഫിക്സറിൽ വ്യത്യാസം ഉണ്ടാവും. മറ്റു ഭാഗത്ത് നിന്ന് വരുന്നതിന്റെ ടീമിന്റെ ശക്തിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ 2ാമതായിട്ട് കയറുമ്പോൾ അപ്പുറത്തുള്ള 1ാമതായിട്ട് വന്ന ടീമിനായിരിക്കും നേരിടേണ്ടി വരിക. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യൻ ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ അടുത്ത 2 മാച്ചുകൾ ഹെയ്ത്തിയും സ്കോട്ട്ലൻഡും ആണല്ലോ. ഈ ടീമുകൾക്കെതിരെ ഒരു ഗോൾ വർഷം നടത്താൻ ബ്രസീലും അതുപോലെ മൊറോക്കോയും ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഗോൾ വർഷം നടത്തണമെങ്കിൽ ബ്രസീൽ ഈ മുന്നേറ്റം നിര വെച്ച് നടക്കുമോ? ഗോൾ എനിക്ക് തോന്നുന്നു മൊറോക്കോ എന്ന ടീം ആയതുകൊണ്ടാണ് ഇപ്പോൾ ബ്രസീലിന് അത്ര രീതിയിൽ അവരുടെ ഡിഫൻസ് വളരെ കോമ്പാക്റ്റ് ആണ്, അതേപോലെ തന്നെ വളരെ ഓർഗനൈസ്ഡ് ആണ്. എസ്പെഷ്യലി ബ്രസീലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലാണ് അവർ കളിച്ചത്. അപ്പോൾ ഒന്നുകൂടി അറ്റാക്കിൽ ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പറിലെങ്കിലും മൂർച്ചയുള്ളത് ഒരു ഷാർപ്നെസ് ഉള്ളത് ബ്രസീൽ തന്നെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ചെറിയ ടീമുകൾക്കെതിരെ കൂടുതൽ ഗോൾ അടിച്ച് മുന്നേറാൻ സാധ്യത ബ്രസീലിനെയാണ് കരുതുന്നത്. വലിയ ടീമുകൾക്കെതിരെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ഓസ്ട്രേലിയ എങ്ങനെയാണെന്ന് അവര് തുർക്കിക്കെതിരെ കളിച്ചത്. തുർക്കി നന്നായി കളിക്കുകയും പക്ഷെ ഓസ്ട്രേലിയ അവരുടെ കിട്ടിയ അവസരങ്ങൾ അവർ മുതലാക്കി അവരുടെ കളി നന്നായി. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ ഫ്രസ്ട്രേറ്റ് ചെയ്ത പോലെ തന്നെ മെസ്സിയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് ആക്ച്വലി അന്ന് രക്ഷപ്പെടുത്തിയത്. ശരിയാണ്. അപ്പോൾ ആ ഒരു കാര്യം അതിലുണ്ട്. പിന്നെ ഇതിലിപ്പം ഈ ബ്രസീലിൻ്റെ മുന്നേറ്റത്തിൽ ഈ ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ല എന്നുള്ളൊരു പ്രശ്നം കൊല്ലങ്ങളായിട്ട്, അതായത് നേരത്തെ ഇപ്പോൾ റൊണാൾഡോ, അഡ്രിയാനോ എന്നൊക്കെ ഉള്ള താരങ്ങൾക്ക് ശേഷം അവരുടെ ഒരു 7 അയലത്ത് പോലുള്ള ഒരു സ്ട്രൈക്കർ പിന്നെ അവർക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇപ്പൊ നെയ്മർ ഉണ്ടെങ്കിൽ പോലും അതൊരു ഫോൾസ് 9 അല്ലെങ്കിൽ നമ്പർ 10 ആയിട്ട് കളിക്കാനോ ലെഫ്റ്റ് വിങ്ങിലോ ഒക്കെ ആയിട്ട് കളിക്കുന്ന ആളാണ്. ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ഇല്ല എന്നുള്ളത് ഇപ്പൊ ടിറ്റയുടെ കോച്ചിങ് കാലഘട്ടത്തിൽ മൊത്തം അദ്ദേഹം അനുഭവിച്ച ഒരു പ്രധാന പ്രശ്നം അതാണ്. അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. എൻട്രിക്കിനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാന്ന് മാത്രം. ഈ ഇഗോർ തിയാഗോയെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അദ്ദേഹത്തിലേക്ക് കൃത്യമായിട്ട് മത്സരങ്ങളിലും എൻട്രിക്കിന് ഉപയോഗപ്പെടുന്ന സാധ്യതയാണ്. കാരണം ചെറിയ ടീമുകളാണ് സ്വാഭാവികം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലൊക്കെ എൻട്രിക്കിനൊക്കെ ഇറക്കാൻ തീർച്ചയായിട്ടും സാധ്യത. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുഞ്ഞ് വരാനാണ് ഇനി സാധ്യത. അടുത്ത കളിയിൽ എന്തായാലും കുഞ്ഞായിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എൻട്രിക്ക് വരാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ അടുത്ത കളിയിൽ നല്ല ഗോൾ മാർജിനിലൊക്കെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രിക്കിന് ചിലപ്പം അങ്ങനെ ഒരു സ്ട്രൈക്കർ രീതിയിൽ ഇറക്കാൻ അങ്ങനെയും സാധ്യത ഉണ്ടാവും പിന്നെയുള്ള മത്സരങ്ങളിൽ. അത് സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളി ബ്രസീൽ ഇങ്ങനെ ഒന്ന് ബുദ്ധിമുട്ടായി എന്നുള്ളത് കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതാണ് ആഞ്ചലോട്ടി പറഞ്ഞത്, ആദ്യ മത്സരം കൊണ്ട് ആരും വേൾഡ് കപ്പ് ജയിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ആദ്യ മത്സരത്തിൽ അർജന്റീന തോൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് അർജന്റീന തിരിച്ചു വന്നൊരു തിരിച്ചുവരവുണ്ട്. ആ ഒരു മെൻറ്റാലിറ്റി ഇനി ബ്രസീൽ ടീം കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയുള്ള കളികളുടെ ഇമ്പോർട്ടൻസ് അതുപോലെ മനസ്സിലാക്കിയിട്ട് അതേ രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടത്. അപ്പോൾ ആഞ്ചലോട്ടി ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മുന്നേറ്റ നിരയിലെ പ്രശ്നങ്ങളും മധ്യനിരയിലെ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും പരിഹരിക്കപ്പെടേണ്ടത്. മധ്യനിരയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് കുറവാണ്. ആകെ 5 മിഡ്ഫീൽഡേഴ്സിനും കൊണ്ടാണ് ഈ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വരാനുള്ള ഏറ്റവും പുതുതായിട്ട് എടുത്തുള്ള എഡേഴ്സൺ അതൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഡാനിയൽ സാന്റോസിന് ഇന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ
ഇറക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഉള്ള വിഭവങ്ങൾ വെച്ച് വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഈ ആദ്യ കളി കാണുമ്പോൾ ബ്രസീലിന് ഹെക്സ പ്രതീക്ഷ കൈവിടേണ്ട സമയം അല്ലേ? അത്ര ഒരു ഘട്ടമാണെന്ന് തോന്നുന്നുണ്ടോ? ഹെക്സ ഒന്നും ഇപ്പോൾ ബ്രസീലുകാരനെ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ബ്രസീലിന്റെ എക്സ്പേർട്സ് ഒന്നും മുൻ പ്ലേയേഴ്സ് ഒന്നും പറഞ്ഞില്ല, ഹെക്സ പറയുന്നില്ല. എന്ത് തോന്നുന്നു? ബ്രസീൽ ഇപ്പോൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ വളരെ കുറഞ്ഞ 3-4 ടീമുകളിൽ മാത്രം ചുറ്റിപ്പറ്റിയല്ല ഈ വർഷത്തെ ലോകകപ്പ്. ഒരുപാട് ഒന്നിലധികം പക്ഷെ മൾട്ടിപ്പിൾ എനിക്ക് തോന്നുന്ന ഒരു 8-10 ടീമുകൾക്കിടയിൽ ഒരു പക്ഷേ കപ്പ് നേടാൻ സാധ്യതയുള്ള ടീമുകളുണ്ട്. അതേപോലെ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉള്ള അല്ലെങ്കിൽ യുണൈറ്റഡ് അങ്ങനെ യൂണിറ്റിയോട് കളിക്കുന്ന ടീമുകളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്പെയിൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ലീഗിൻ്റെ കാര്യം പറയുമ്പോൾ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ലാലിഗയും കഴിഞ്ഞിട്ടേ നമ്മൾ യൂറോപ്പിലെ മറ്റുള്ള ഡിവിഷൻസ് ഒക്കെ വരുന്നുള്ളൂ ലോകത്തിലുള്ള. പക്ഷെ സ്പെയിൻ എന്ന് പറഞ്ഞ കൺട്രി ലോകകപ്പ് നേടി 2010-ലാണ്. ഓക്കെ, അതുപോലെ പിന്നെ അതേപോലെ നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ കൺട്രി ഇപ്പോൾ 3 പ്രാവശ്യം ഫൈനലിൽ ഇതുവരെ കപ്പ് നേടിയിട്ടില്ല. അപ്പോൾ ഇതുവരെ എന്തെങ്കിലും സർപ്രൈസുകൾ നമുക്ക് പറയാൻ പറ്റൂല. അതേപോലെ തന്നെ ടീമുകൾ ഇപ്പം മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഇങ്ങനെയുള്ള പ്രോഗ്രസ് നമുക്ക് വളരെ റാപ്പിഡ് ആയിട്ടുള്ളൊരു മാറ്റമാണ്, വളരെ പെട്ടെന്നുള്ള. ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പം മൊറോക്കോയുടെ നമ്മൾ ലോകകപ്പിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു വേൾഡ് കപ്പ് മുതലാണ്, കഴിഞ്ഞ വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് പോർച്ചുഗലിനായിട്ട് ക്വാർട്ടർ ഫൈനൽ വരെ, സെമി ഫൈനൽ വരെ കളിച്ചു. ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗലിനെ തോൽപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ അവരൊരു ആക്ച്വലി എന്താ പറയുക, നമ്മളൊരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര ചേഞ്ചാണ്. അത് പ്രധാന കാരണം അവരുടെ പ്ലേയേഴ്സ് എല്ലാം പുറത്ത് ജനിച്ചവർ. ഇപ്പം ഇന്നലത്തെ 11 നോക്കിയാൽ മതി, മൊറോക്കോ ജനിച്ചവർ കുറവാണ്. ഇപ്പം ഇന്നലെ നന്നായിട്ട് കളിച്ച അയ്യൂബ് ബോത്തി 18 വയസ്സുകാരൻ, അയാൾ ഇതുവരെ under-16, under-18, under-19, under-20 ഒക്കെ കളിച്ച് ഫ്രാൻസിനാണ്. സീനിയർ ലെവലിൽ മാത്രം ഇങ്ങോട്ട് സ്വിച്ച് ചെയ്താണ്. അപ്പോൾ അങ്ങനെ ഇത് ഇന്നലെ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു. കാരണം അവരുടെ പ്ലേയേഴ്സ് യൂറോപ്പിൽ നന്നായിട്ട് കളിക്കുന്ന, ലീഗുകളിൽ നന്നായിട്ട് കളിക്കുന്ന താരങ്ങൾ അവർക്കുണ്ട്, ചാമ്പ്യൻസ് ലീഗ് നേടിയ താരങ്ങൾ അവർക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആഞ്ചലോട്ടിക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വലിയൊരു പരിക്കേൽക്കാതെ രക്ഷപ്പെടുക എന്നുള്ളതും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കണം രണ്ടാം പകുതിയിലാണെങ്കിലും വലിയൊരു റിസ്ക് എടുക്കാൻ ആൾ തയ്യാറാകുന്നു. അപ്പോൾ എന്തുകൊണ്ട് എൻട്രിക്കിനെ ഇറക്കിയില്ല? ഈ ചോദ്യം ആഞ്ചലോട്ടിയോട് തന്നെ ഇന്നലെ കളിക്ക് ശേഷം ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്. ആഞ്ചലോട്ടി പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറെ കുറിച്ച് സംസാരിക്കാനല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്, നമുക്ക് ടീമിനെ പറ്റി മൊത്തമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇതിന്നൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നെയ്മർ വന്നാൽ ഈ മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ ഗോളിലേക്കുള്ള ക്രിയേഷൻ നടക്കുമോ? എന്ത് തോന്നുന്നു? നെയ്മറെ മിസ് ചെയ്തോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നെയ്മറെ തീർച്ചയായിട്ടും നെയ്മർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക, നെയ്മർ ടീമില്ലാത്ത, ബ്രസീലിയൻ ടീമിലില്ലാത്തെന്ന് പറയുന്നത് അവർ ഏറ്റവും വലിയൊരു ആഘാതം തന്നെയാണ്. പക്ഷെ അതേസമയം എന്ന് പറഞ്ഞെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നെയ്മർ നെയ്മർ എനിക്ക് തോന്നുന്നു ഒരു മൾട്ടിപ്പിൾ പൊസിഷനിലേക്ക് ഒരു സിസ്റ്റം തന്നെയാണ്. അതായത് മൂപ്പര് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രൈക്കർ റോൾ നിർത്താം, അതേപോലെ തന്നെ ഫോൾസ് നയൻ നിർത്താം, അതേപോലെ തന്നെ ലെഫ്റ്റിൽ കളിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബ്രസീലില് ഈ പൊസിഷനിലൊക്കെ ആളുകളുണ്ട്. പക്ഷെ ഈ ആളുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ആഞ്ചലോട്ടി ഇപ്പോൾ ട്രെയിനറായിട്ട് മാനേജറായിട്ട് വന്നതിന് ശേഷം കൂടുതൽ സമയം കിട്ടിയിട്ടില്ല. ഈ പ്ലേയേഴ്സിനെ ഇപ്പോൾ ഇവരുന്ന കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ ഒരുപക്ഷെ ഒക്കെ 9 ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ തന്നെയാണ്. പക്ഷെ അതൊരു ടീമായിട്ട് ഓർഗനൈസ്ഡായിട്ട് കളിച്ചിട്ട് അത് റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് സമയം എടുക്കുന്ന പ്രോസസ്സാണ്, ടൈം. അതെ. ചെറിയ ടീമുകളായിട്ടൊക്കെ ഇങ്ങനെ പതറുന്നത്, അതേപോലെ തന്നെ തോൽക്കുന്നത്, ഇപ്പം ജപ്പാനായിട്ട് തോറ്റത്, അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ വളരെ അൺയൂഷ്വലായിട്ട് സംഭവമാണ്. അതെ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഡിഫൻസിൻ്റെ മിസ്റ്റേക്കും എല്ലാം കൂടി സംഭവിച്ചാണത് ജപ്പാനോടുള്ള തോൽവി. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്നത് നെയ്മർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫുൾ ടൈം ഒന്നും കളിക്കാൻ നെയ്മർ ഉണ്ടാവില്ല. ആൾ ഇറങ്ങുകയാണെങ്കിൽ ഒരു അവസാനത്തെ ഒരു 10-20 മിനിറ്റൊക്കെ ആയിരിക്കും. ഇറങ്ങിക്കഴിഞ്ഞാൽ ഡിസിസീവായിട്ടുള്ള കുറച്ച് പാസുകളൊക്കെ കൊടുത്ത് ആൾക്ക് കളി പിടിക്കാൻ പറ്റും. പക്ഷേ നെയ്മർ കളിപ്പിക്കുമ്പോഴൊരു പ്രശ്നം, ആൾക്ക് ഡിഫൻസീവായിട്ട് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആണ് ആഞ്ചലോട്ടി പറഞ്ഞു എന്തായാലും വിങ്ങറായിട്ട് നെയ്മറെ കളിപ്പിക്കൂല, കുറച്ചുകൂടി സെൻട്രലാക്കിയിട്ടാണ് കളിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസാന മിനിറ്റുകളിലൊക്കെ ആണെങ്കിൽ ഡിഫെൻസീവ്ലി കൂടി പ്രാധാന്യമുള്ള സമയങ്ങളായിരിക്കും. അപ്പോൾ എങ്ങനെ നെയ്മറൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് ഓരോ മത്സരങ്ങൾ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഏതായാലും എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹെക്സ എന്നുള്ളൊരു സ്വപ്നമൊന്നും വെക്കാതെ പോകുന്നിടത്തോളം പോവുക, ആസ് ഫാർ ആസ് പോസിബിൾ അങ്ങോട്ട് പോവുക, പറ്റാവുന്നത്ര അങ്ങ് പോവുക.
ബാക്കി പോസിറ്റീവായിട്ട് പോവുക. അതേപോലെ തന്നെ എന്താ പറയാ, നമ്മളിപ്പോ റിസൾട്ടിനെ കുറിച്ച് വളരെ ബോധേഡ് ആവാതെ നല്ല രീതിയിൽ കളിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കുക. ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമാണ്. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ മാച്ചിനെ ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. നമ്മള് പലപ്പോഴും എന്താ പറയാ, കോച്ചുമാർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഓരോ മത്സരങ്ങൾ വിജയിച്ചാൽ മതി, ഓരോ മത്സരങ്ങൾ നല്ല രീതിയിൽ കളിച്ചിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നുള്ളതാണ്. 1 ഗെയിം അറ്റ് എ ടൈം എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് സ്റ്റേജ് കടക്കും. പിന്നെ റൗണ്ട് ഓഫ് 32 ആ കളിയെ മാത്രം ചിന്തിക്കുക, അതിനുള്ള കാര്യങ്ങൾ ഒരുക്കുക, മുന്നോട്ട് പോവുക. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഈ ഒറ്റക്കളി കൊണ്ട് ബ്രസീലിനെ എഴുതി തള്ളേണ്ടതില്ല എന്നുള്ളതാണ് കൺക്ലൂഷൻ. പിന്നെ ഇപ്പോൾ ഇന്നത്തെ കളികളിൽ പ്രധാനമായിട്ടുള്ള ഒരു കളി ഈ പറയുന്ന ജർമ്മനി വേഴ്സസ് കുർസാവോ കളിയാണ്. അത് പ്രധാനപ്പെട്ട കളി എന്ന് പറയാൻ കാരണം ഞാൻ ജർമ്മനി ആയതുകൊണ്ട് പ്രധാനം എന്ന് പറഞ്ഞാണ്. മറുഭാഗത്ത് കുർസാവോ ആണ്, ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുകയാണ്. പക്ഷേ ദിക്ക് അഡ്വക്കേറ്റാണ് അവരുടെ കോച്ച്. എന്തു പറയുന്നു, ഇത് ജർമ്മനി കയറി മേയോ അതോ എന്തെങ്കിലും ഒരു അപ്സെറ്റ് ഉണ്ടാക്കുമോ കുർസാവ്? ഇന്നലെ കുർസാവിൻ്റെ കോച്ച് പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, അപ്സെറ്റ് ഈസ് പോസിബിൾ, ഓൾവേസ് പോസിബിൾ എന്നാണ് പറഞ്ഞത്. എന്താണ് എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആണ്. പക്ഷേ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനി എന്താണ്, അവർ ടീം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അവരെ ഇപ്പോൾ 11 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലൈനപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാനെ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും യൂറോപ്പിലെ ടോപ്പ് 5 കളിക്കുന്നവരാണ്. സാനെ മാത്രമല്ല കളിക്കുന്നത്. അപ്പോൾ സാനെ എടുത്തതിനെ പറ്റി അവിടെ ചെറിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാനെ ജർമ്മനി കളിക്കുമ്പോൾ നന്നായി കളിക്കുന്നുണ്ട് കഴിഞ്ഞ കളികളിലൊക്കെ എന്നുള്ളതുകൊണ്ടാണ് ആളെ ഈ വേൾഡ് കപ്പിനും കൊണ്ടുവന്നത്. അതെ. അപ്പോൾ ജർമ്മനി കളിച്ച് എനിക്ക് തോന്നുന്നു 4 ഗോളിനെങ്കിലും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള വിക്ടറി ഉണ്ടാവും. ഇന്നിപ്പോൾ നെഗൽസ്മാൻ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഇത് DFB പോക്കലിൽ ഫസ്റ്റ് റൗണ്ടൊക്കെ കളിക്കണ പോലെ എന്നാണ്. DFB പോക്കലിൽ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പം അവിടുത്തെ ലോവർ ഡിവിഷൻ ടീമുകളൊക്കെ ആയിരിക്കും ഇപ്പം ബുണ്ടസ്ലീഗയിലെ വമ്പൻ ടീമുകളോട് കളിക്കുക. അപ്പോൾ ഈ ലോവർ ഡിവിഷൻ ടീമുകൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, അവർ ചിലപ്പോൾ അങ്ങ് കയറി ആഞ്ഞടിക്കും. അത് ഡേഞ്ചറസ് ആണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നെഗൽസ്മാൻ പറയുന്നുണ്ട്. അത് തന്നെ ആയിരിക്കും ഇന്നത്തെ ഒരു അപ്രോച്ച്. പക്ഷേ അതോടൊപ്പം ഈ മുസിയാലിനെ കളിപ്പിക്കണോ വേണ്ടോ എന്നുള്ളൊരു ചർച്ച. ഇപ്പോൾ ക്ലോപ്പും തോമസ് മുള്ളറും പറയുന്നു മുസിയാലയെ കളിപ്പിക്കരുത്, പകരം ആ പൊസിഷനിൽ ഡെനിസ് യുണ്ടാവിനെ കളിപ്പിക്കാൻ വേണ്ടതെന്നുള്ളത്. പക്ഷേ നമ്മുടെ കോച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുസിയാലയ്ക്ക് ഗെയിം ടൈം കൊടുക്കേണ്ടതുണ്ട്, പരിക്കൊക്കെ മാറി ആ റിതം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രാക്ടീസ് മാച്ചൊക്കെ പോലെ ആൾക്കാർക്ക് പ്ലേയിങ് ടൈം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ആ ഒരു അപ്രോച്ചാണോ ജർമ്മനിയുടെ ഒരു ഫ്രണ്ട്ലി മാച്ചൊക്കെ പോലെയാണോ കാണുന്നത്? അങ്ങനെയല്ലേ, കാരണം ചില എന്താ പറയാ, അവര് മറിച്ചൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ല, അപ്സെറ്റ് പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു മത്സരം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മത്സരം ഈ രീതിയിലുള്ള ഒരു ടീമിനെ കിട്ടിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ലോകകപ്പുകളിൽ, കഴിഞ്ഞ 2-3 വേൾഡ് കപ്പുകളിലൊക്കെ ആക്ച്വലി എന്താ പറയാ, ജർമ്മനിക്ക് സംഭവിച്ചത് ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായി. അപ്പോൾ ഇതുപോലെ ടീമിന് ജയിച്ച് നല്ല രീതിയിൽ മാർജിനിൽ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല, മുസിയാല എന്ന് പറയുന്നത് ഇപ്പോൾ പരിക്കിൽ നിന്ന് മോചിതനായി വന്നാണെങ്കിൽ പോലും നല്ല പ്ലെയർ, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയറാണ്. സ്വാഭാവികമായിട്ട് എന്താ പറയുക, അറ്റാക്കിൽ നല്ല കോൺട്രിബ്യൂഷൻ നൽകാനും അതേപോലെ തന്നെ ഗോളടിക്കാനൊക്കെ കഴിയുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും എന്താ പറയുക, അങ്ങനെയും ചോയ്സ് ഉണ്ടാവുക തീർച്ചയായിട്ടും വെച്ചെങ്കിൽ നല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സബ്സ്റ്റിറ്റ്യൂട്ടിൽ നല്ല രീതിയിൽ കളിക്കാൻ. എന്നാൽ ലോതർ മത്തേസും സാറ് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്, ജർമ്മനി ഇതിഹാസം. അതായത് നമുക്ക് വേൾഡ് കപ്പ് ഒക്കെ അടിക്കണമെങ്കിൽ മുസിയാലിൻ്റെ ക്വാളിറ്റി ഒക്കെ വേണം. ക്ലോപ്പിനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കരുതിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നൊരു 4-0 പ്രതീക്ഷിക്കുന്നത് കുറച്ച്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ജപ്പാൻ വേഴ്സസ് നെതർലൻഡ്സ് മാച്ച് ഉണ്ട്, എന്താണ് പ്രഡിക്ഷൻ? ജപ്പാൻ അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അപ്സെറ്റുകൾ, ജപ്പാൻ എന്ന് പറയുന്നത് ഇപ്പോൾ മൊറോക്കോയുടെ മത്സരം, അതേപോലെ തന്നെ ഓസ്ട്രേലിയയുടെ മത്സരം, ഇതൊക്കെ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ ജപ്പാന് നല്ല ഇൻസ്പിറേഷൻ ഉണ്ടാവും ജപ്പാന്. അപ്പോൾ ഇപ്പോൾ നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്, ഇപ്പോൾ നെതർലൻഡ്സ് ഒരു ടൈമിൽ അറിയപ്പെട്ടതെന്ന് വെച്ചെങ്കിൽ സ്ട്രൈക്കേഴ്സ് ഫോർവേഡ്സിൻ്റെ ഒരു ധാരാളിത്തം പ്രതിഭകൾ. നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 74 ക്രൈഫ്, വാൻ ബാസ്റ്റന്, അതേപോലെ തന്നെ നമ്മൾ ബെർക്കാമ്പ്, വാൻ പേഴ്സി റീസെൻ്റ്ലി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ആക്ച്വലി എന്താ പറയുക, ക്ലൈവർട്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്ലെയേഴ്സ് നല്ല രീതിയിൽ മുൻനിരയിൽ ഗോളടിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹോളണ്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് മുൻനിരയിലാണ്. ഡിഫൻസും മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി നല്ല രീതിയിൽ നല്ല ഡിഫൻസാണ്. ആക്ച്വലി നമ്മൾ വാൻഡൈക്കും അതേപോലെ തന്നെ ആക്ച്വലി വാൻഡേവനും അതേപോലെ തന്നെ നമ്മുടെ ഫ്രൈസ് ഉണ്ടല്ലോ, എന്താ പറയുക, മറ്റേ
അടങ്ങുന്ന ഏതായാലും നമ്മൾ ഈ പ്ലേയേഴ്സൊക്കെ വാൻ ഹെക്ക് ഇവരൊക്കെ വെച്ചെങ്കിൽ ആക്ച്വലി നല്ല ഒന്നാം തരം പിൻനിരയുണ്ട്. അതേപോലെ തന്നെ മിഡ്ഫീൽഡും തന്നെ നല്ല മിഡ്ഫീൽഡ്, ഡെജോങ് ബാഴ്സലോണൻ്റെ അടക്കമുള്ളത് ഒക്കെ നല്ല ഒന്നാം തരം മിഡ്ഫീൽഡൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും ഇതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫോർവേഡ്സിന്റെ സ്ട്രൈക്കേഴ്സിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഒരു മെംഫിസ് ദീപാനൊക്കെ വീണ്ടും അവരുടെ കൊറിന്ത്യൻസിനാണ് എന്നിട്ടും ഇവിടെ വേൾഡ് കപ്പിന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഗാക്പോ അതുപോലെ ഈ പറയുന്ന നമ്മുടെ ഈ പറഞ്ഞ മെംഫിസ് ദീപ ഇവരൊക്കെ വീണ്ടും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. നെതർലൻഡ്സിനെ ജപ്പാൻ അട്ടിമറിക്കുന്ന ഒരു ഫീൽ ഉണ്ടാ? എന്ത് സംഭവിക്കാം, കാരണം ഞാൻ നെതർലൻഡ്സിന്റെ കേസിൽ ഇപ്പോൾ ഒരു ആശങ്ക ഞാൻ കാണുന്നത് ഇതേപോലെ തന്നെ ആ ഒരു മുന്നേറ്റത്തിലെ ഷാർപ്നെസിന്റെ കുറവാണ്. ഒരു സ്കോർ ലൈൻ പ്രൊഡിക്ട് ചെയ്ത് എന്ത് പറയും? ഞാൻ സമനിലയാണ്, 1-1 ആണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ജപ്പാന് ഒരുപക്ഷെ എന്താ പറയുക, നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ ടീമുകളുടെ ഒക്കെ ഒരു ഇൻസ്പിറേഷന് നമുക്കങ്ങനെ എന്താ പറയുക നല്ല ക്ലോസ് ടൈറ്റ് കോണ്ടസ്റ്റ് ആവും. പിന്നെ ജപ്പാന്റെ കേസിൽ നമുക്കറിയാം, നമ്മൾ ഒരു ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അവരെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ആക്ച്വലി എന്താ പറയുക നമ്മളൊരു ടീം വർക്ക് ഇന്തൂസിയാസം അല്ലെ, അവരൊരു ആവേശം ഒരു ടീമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് അങ്ങനെ കളിക്കുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ ഈ AFC എന്നുള്ള ടീമുകൾ നോക്കുക, സൗത്ത് കൊറിയ ജയിച്ചു, ഖത്തറാണെങ്കിൽ സ്വിറ്റ്സർലൻഡിനെ സമനില പിടിച്ചു, അതെ ഓസ്ട്രേലിയ ജയിച്ചു, ജപ്പാൻ ഇപ്പോൾ സാറ് പറയുന്ന പോലെ സമനിലയോ ജയമോ ഒക്കെ ആണെങ്കിൽ ഏഷ്യൻ കോൺഫെഡറേഷനിലുള്ള ടീമുകൾ വലിയ രൂപത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റാർട്ടാണ് ഈ വേൾഡ് കപ്പിൽ ഉണ്ടാക്കുക എന്ന് പറയേണ്ടി വരും. അതെ അല്ലേ? പഴയ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പോയിന്റാണ് സമനില പിടിച്ച് അതൊക്കെ അവിടെ സ്വിറ്റ്സർലൻഡിന്റെ കേസിൽ ശരിക്കും അവസരങ്ങൾ ദൂർത്തടിക്കുക നമ്മൾ പറയും, ആ ദൂർത്തടിക്കലാണ് ആക്ച്വലി. അതാണ് ഇവര് കിട്ടിയ അവസരം അവസാനം ഗോളാക്കി അല്ലേ? അതന്നെയാണ് ഓസ്ട്രേലിയയുടെ കേസിൽ അതേപോലെ തന്നെ അവരുടെ ഗെയിം പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് നടപ്പാക്കുന്നുള്ളതാണ്. അപ്പൊ അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. അവർക്കൊരു ഗോള് മതി, ഒരു ഗോള് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഗോൾ അടിപ്പിക്കാതിരിക്കാൻ നമുക്ക് നല്ലോണം അറിയാം. ആ ഫ്രസ്ട്രേഷൻ ആണ്. ഒരു ബസ് പാർക്ക് ചെയ്തു അവര് ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ എന്ത് ടാക്ടിക്സ് ഓരോ ടീമുകൾ പുറത്തെടുക്കും എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഉറ്റുനോക്കുന്ന കളികൾ എന്നുള്ള ഈ കളിയാണ് ജപ്പാൻ വേഴ്സസ് നെതർലൻഡ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നോക്കാം, നാളെ നമുക്ക് കൂടുതൽ ഈ കളികളുടെ വിശകലനങ്ങളും പിന്നെ നാളെ സ്പെയിനിൻ്റെ കളിയുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഒക്കെ ആയിട്ട് നാളെ വീണ്ടും കാണാം.